നിലാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവ് നിലാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറൊന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്രമ്പ്രാന്റെ വരവായ ചൊല്ല തിരുവാവ് നിലാവ് മനസ്സാക്കി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. അതെ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണം വ്ലോഗുമായിട്ടാണ്. സോ വെൽക്കം ടു ജ്യോതിസ് വ്ലോഗ്സ് എവരിവൺ. ഗൈസ്, അതുണ്ടല്ലോ, നമ്മളിന്ന് ഓണം ആഘോഷിക്കാൻ പോകുന്നത് മനുവിന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് എല്ലാവരെയും കാണാം. നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ മനുവിന്റെ വീട്ടിൽ പോയിട്ട് ഓണം ആഘോഷിക്കും. സദ്യ ഉണ്ടാക്കും, പൂക്കളം ഉണ്ടാക്കും, പിന്നെ ഗെയിംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കളിക്കും. വരുണിന് ഞാൻ ഇന്നൊരു മുണ്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. വരുണിന് സൂപ്പറായിരിക്കും. ഞാൻ സെറ്റ് സാരി വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് അവിടെ പോയിട്ട് നാളെ ഉടുക്കാം. കാരണം ഇന്ന് ഓണത്തിന്റെ തള്ളി ദിവസമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് വെക്കും. അതുപോലെ സദ്യക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെക്കും. അങ്ങനെ അപ്പൊ നമുക്ക് പോകാം അല്ലേ? വരുൺ, പോവാം നമുക്ക്. ഓ പിന്നെന്താ, വാ പോവാം. ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. ഗൈസ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹായ്, മാധവ്, മനു ജ്യോതിയുടെ ബ്രദറാണ്. ഹായ്, ഞാൻ ദുർഗ. നൈസ് ടു മീറ്റ് യു ഓൾ. ഓ, ക്യാമറ കൊണ്ട് വരുന്നുണ്ട്. ഹായ് ഗൈസ്, ഞാൻ ജ്യോതിയുടെ ട്വിൻ സിസ്റ്റർ ജാനു. ഹായ് ഗൈസ്, ഞാൻ ജ്യോതിയുടെ സ്വന്തം അളിയൻ കിച്ചു. ക്യാമറ. ഹായ് ഗൈസ്, ഞാൻ ചാരു. ഹായ് ഗൈസ്, ഞാൻ ഈ കഴുതയുടെ ഒരു ബ്രദർ ജിതൻ. ലൈൻ കട്ട്. എന്താ പട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനൊന്നും പറയരുത് എന്റെ ഫ്രണ്ട്സിനോട്. നല്ല രീതിയിൽ സംസാരിക്കണം കേട്ടോ. സത്യല്ലേ പറഞ്ഞത്, കള്ളല്ലോ പട്ടി. ജ്യോതി, വേണ്ട, നിർത്ത്. തല്ലൊന്നും ഉണ്ടാക്കരുതോ. നല്ലൊരു ദിവസമായിട്ട് ആങ്ങളെയും പെങ്ങളും കൂടി അടി ഉണ്ടാക്കിയ എന്റെ വടി വാങ്ങിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ബാക്ക് ടു വർക്ക്. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കഷ്ണങ്ങൾ നന്നാക്കാനാണ്. അപ്പൊ ഗൈസ്, നമുക്ക് കഷ്ണങ്ങൾ നന്നാക്കാം. പിന്നെന്താ. എന്നതാ എങ്ങോട്ടാ പോണത്? ആ ചെടിയുടെ ഇല പൊട്ടിക്കാൻ. അതെന്നാത്തിനാ? നമുക്ക് സദ്യ ഉണ്ണാനില വേണ്ടേ? അതിന് വാഴയില അടിപ്പൊട്ടി വേണ്ടത്. ഈ ഇല എന്തിനാ? എന്താണെങ്കിലും എന്താ, ഇലയായാൽ പോഴേ. അത് ന്യായം. കിച്ചേട്ടാ, നിങ്ങളാണ് അവളെ ചീത്താക്കുന്നത്. ഞാനല്ല, വരുണാണ്. ഇനി എന്റെ തലയിലിട്. അവൾ ആദ്യമേ ചീത്താക്കിയതാ ജിതിന. ഞാനാ? അവൾ എന്നെ ചീത്താക്കിന്ന് പറ. ആരെന്റെ നാത്തൂരെങ്ങനെ കളിയാക്കുന്നത്? അതെ, അങ്ങോട്ട് ചോദിക്ക് ചാഴു. ആരെങ്കിലും എന്റെ നാത്തൂരെ തൊട്ട് കളിച്ചാ നിങ്ങൾ പിന്നെ കാണാൻ പോകുന്നത് ചാരുവിനായിരിക്കില്ല, ദുർഗനെ ആയിരിക്കും. അതെ എന്റെ ചാരുവിനെയും ജ്യോതിമോളെയും തൊട്ട് കളിച്ചാ ഞാൻ ഇറങ്ങും. ഓഹോ, ഡളിയോ പറയടാ, നീ സംസാരിക്കട എനിക്ക് വേണ്ടി. ഞാനാ? അതെ, ജിത്തുനെ ആരെങ്കിലും തൊട്ടാ ഞാൻ ചോദിക്കാൻ വരും. അല്ല തന്നെ, നിങ്ങ നാഗറാണിനെ ഇറക്കും, നിങ്ങ നാഗരാജാവിനെ ഇറക്കും. ഓ, ഈ പിള്ളേരെ കൊണ്ട് നിങ്ങൾ എന്തിനാ പിള്ളേരെ ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കുന്നത്? ചേച്ചി, എല്ലാരും കൂടി കേറി കണ്ടപ്പോ എനിക്ക് തോന്നി ഇവിടെ അടിയാവുന്ന അവസാനം. എല്ലാത്തിനോടും കൂടിയാണ്. എന്റെ അടുക്കള എങ്ങാനും നശിപ്പിച്ച് ഇട്ടാ ഞാൻ വന്നടിക്കെല്ലാത്തിനെ. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഓ മൈ ഗോഡ് ഗൈസ്, പോരാളികൾ വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്യണം. ഒരിക്കലും ഇവിടെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല. ഓക്കെ? അപ്പൊ ഗൈസ്, ഇനിയുള്ളത് പൂക്കൾ കട്ടിങ് ആൻഡ് പൂക്കൾ ഇടലാണ്. നമ്മുടെ ഇവിടെയുള്ള ബോയ്സ് എല്ലാവരും കൂടി കുറേ പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഗാർഡനിലും കുറേ പൂക്കളുണ്ട്. എല്ലാം പറിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി കട്ട് ചെയ്ത് നമ്മളൊരു പൊള്ളിപ്പൻ അട്ടക്കളം ഇടും. എന്ത് കളം? അട്ടക്കളം.
അട്ടക്കളം അല്ല, അത്തക്കളം. എന്തെങ്കിലും ആയിക്കോട്ടെ, കള്ളം. ഓക്കെ ഓ ഓക്കെ. ഈയിടെയായിട്ട് ജ്യോതിക്ക് നല്ല കുറുമ്പുണ്ട്. ആര് പറഞ്ഞടാ പറ്റി? ഞാനല്ല, അവനാ. ആര് പറഞ്ഞടാ? ഞാൻ പറയും, എന്റെ പെങ്ങളെ ഞാൻ പലതും പറയും. എന്താണ് നിനക്ക്? നീ എന്നെ കുറിച്ചൊന്നും പറയണ്ട. ഞാൻ പറയും. നീ പറയണ്ടല്ലേ പറഞ്ഞത്? ദേ, രണ്ടിടത്തിനെ അടി കിട്ടും. ഞങ്ങൾ മിണ്ടാണ്ടിരുന്നോളാം. അതെ, ഞങ്ങൾ ചുപ്പ് ചാപ്പ് പോയിട്ടോ. ഗൈസ്, നമ്മളുടെ മാവേലി കുറച്ചു നേരം കഴിയുമ്പോൾ വരും. അതിനേക്കാൾ മുമ്പ് ഇത് ട്രിക്കക്കുഴപ്പൻ. എന്താണത്? തൃക്കാക്കരപ്പൻ. അതെ, തൃക്കാക്കരപ്പനെ നമ്മൾ ഇവിടെ വെക്കണം. അത് ആരാണെന്ന് അറിയോ? എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കഴിയുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ. ഗൈസ്, അട്ടക്കളം ഇട്ട് തീരുന്നേക്കാളും മുമ്പ് നമുക്ക് ഈ ഓണത്തിന്റെ കഥ അറിയണ്ടേ? അറിയാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഈ ഗേൾസ് എല്ലാവരും നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം കേട്ടോ. പണ്ടുകാലത്ത് കേരളത്തിൽ മഹാബലി എന്ന അസുര രാജാവ് ഭരിച്ചു. അവൻ അത്യന്തം നീതിമാനും ധർമ്മനിഷ്ഠനും ജനങ്ങൾക്ക് അച്ഛനെ പോലെയുമായിരുന്നു. അവന്റെ രാജ്യത്ത് ദാരിദ്ര്യമില്ല, വഞ്ചന ഇല്ല, രോഗമില്ല, അസൂയ, വൈരാഗ്യം ഒന്നുമില്ല. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു. ജനങ്ങൾ രാജാവിനെ സ്നേഹിച്ചു. രാജാവും ജനങ്ങളും സ്വന്തം മക്കളെ പോലെ കരുതി. അങ്ങനെ മഹാബലിയുടെ രാജ്യം വളരെ സമൃദ്ധമായി വളരുമ്പോൾ ദേവന്മാർക്ക് അസൂയ തോന്നി. അവൻ അസുരവംശജനാണെങ്കിലും ഭൂമിയിൽ ദൈവരാജ്യങ്ങളെക്കാൾ നല്ലൊരു രാജ്യം ഒരുക്കിയിരിക്കുന്നു. ഇതും പറഞ്ഞവർ വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു വാമനാവതാരത്തിൽ ഭൂമിയിൽ വന്നു. വാമനൻ മഹാബലിയുടെ അജ്ഞശാലയിലെത്തി. രാജാവ് അഭ്യാഗതനെ കണ്ടപ്പോൾ ആദരത്തോടെ സ്വീകരിച്ചു. വാമൻ പറഞ്ഞു, എനിക്ക് 3 അടി ഭൂമി മാത്രം തരൂ. മഹാബലി ഉടൻ സമ്മതിച്ചു. വാമൻ അപ്പോൾ വിശാല രൂപം കൈക്കൊണ്ടു. ആദ്യത്തെ അടിയിൽ ഭൂമി മുഴുവൻ, രണ്ടാമത്തെ അടിയിൽ ആകാശം മുഴുവൻ, മൂന്നാമത്തെ അടിക്ക് ഇടം ബാക്കിയില്ല. അപ്പോൾ മഹാബലി പറഞ്ഞു, പ്രഭു, എന്റെ തലയിൽ വെക്കൂ. അങ്ങനെ മഹാബലി തന്റെ അഹങ്കാരം പോലും വഴങ്ങി ഭക്തിയായി തലകുനിച്ചു. മഹാബലിയുടെ ഭക്തിയും സത്യസന്ധതയിലും വിഷ്ണു സന്തോഷിച്ചു. അവനെ പാതാളത്തിലേക്ക് അയച്ചു. പക്ഷെ ഒരു വരം നൽകി, തന്റെ ജനങ്ങളെ വർഷത്തിലൊരിക്കൽ കാണാനുള്ള അവകാശം. അതുകൊണ്ടാണ് ഓണം വർഷത്തിൽ ഒരിക്കൽ മഹാബലി തന്റെ ജനങ്ങളെ കാണാൻ വരുന്ന ദിവസമെന്ന് വിശ്വസിക്കുന്നത്. ആ ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ സന്തോഷവും സമൃദ്ധിയും നിറയുന്നു. എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾക്ക് അട്ടകളമിടാം. അട്ടകളല്ലടി, അത്തക്കളം. അതെ, അട്ടകളം തന്നെ. അപ്പോൾ ഗൈസ്, അത്തക്കളം ഇട്ട് തീരുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് കമൻസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? അതൊക്കെ ഒന്ന് വായിക്കാം. ഇപ്പോൾ ഗൈസ് റെഡിയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ഉണ്ട്, വായിക്കാം. വായിക്കി. ചാരു ജിതിൻ ഫസ്റ്റ് കമന്റ് ജിൻസിസ്റ്റന്റെ സോൾമേറ്റിന്റെ ആണ്. നിങ്ങൾ തന്നെ വായിച്ചോളൂ. താഴെ നോക്കട്ടെ. ടു ചാരു ആൻഡ് ജിതിൻ, ഇത്ര കാലം പ്രേമിച്ചിട്ട്, ഐ മീൻ 5 years പ്രേമിച്ചിട്ട് എന്തുകൊണ്ടാ ഒരു കൊച്ചിൽ മാത്രം നിർത്തിയേ? ഞാൻ കരുതി ഒരു 4-5 പിള്ളേരുണ്ടാവുന്നു. ബൈ ജിൻസിസ്റ്റർ സോൾമേറ്റ്. ജിൻസിസ്റ്റർ സോൾമേറ്റ്, വളരെ നല്ല ചോദ്യം. എനിവേ, ഞാൻ ആൻസർ പറയാം. വേറൊന്നും കൊണ്ടല്ല, ചാരുവിന്റെ ഫസ്റ്റ് പ്രഗ്നൻസി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പെണ്ണ് ഒരുപാട് വേദന അനുഭവിച്ചു. ഇനിയും ആ വേദന അനുഭവിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഒന്നിൽ നിർത്തി. ആൻസർ കിട്ടില്ലേ? ഇനി നിന്നെ ഈ ഏരിയയിൽ കണ്ടുപോയത്. പോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനീനയാണ്. എല്ലാവരും ഒരു ഹായ് തരുമോ? സേ ഹായ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജ്യോതിയെ കൊണ്ടൊരു പാട്ട് പാടിക്കാമോ പ്ലീസ്? എച്ചുകുട്ടി പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പാടാം. ഓണം വണ്ണല്ലോ
ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ, കൂട്ടുകാരെ വേറൊന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വീഴും മുമ്പേ ഉണ്ണി പണ്ട് കളിക്കണ്ടേ, സന്ധ്യ വീഴും മുമ്പേ ഉണ്ണിപ്പണ്ട് കളിക്കണ്ടേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം നിത്യ. ഐ ആം നിത്യ. എനിക്ക് ദുർഗ ആൻഡ് മാധവിന് ഒത്തിരി ഇഷ്ടമായി. എപ്പോഴും ഇതുപോലെ സ്നേഹിക്കണം. ഐ ലവ് യു ഡിയേഴ്സ്. വി ലവ് യു ടു നിത്യക്കുട്ടി. നെക്സ്റ്റ് വൺ ഈസ് ഐ മിസ് യു ഓൾ. മെയിനിലെ ജ്യോതി, വരുൺ, പിന്നെ കിച്ചു ആൻഡ് ജാനു. ഒരു ഹായ് തരൂ. വി മിസ് യു ടു യോൺടൺ സ്പ്രൈറ്റ്. ലവ് യു ആൻഡ് ഹായ്. ഇത് ലച്ചു പാറുവിന്റെ അടുത്ത് നിന്നാണ്. ഓൾ ആർ ലവ് യു ആൻഡ് മിസ് യു ഓൾ. ഹാപ്പി ടു ഹിയർ ദാറ്റ് ഡിയർ. ലവ് യു. നെക്സ്റ്റ് വൺ ഈസ് ഫ്രം മാവു ബാങ്ടൺ വേൾഡ്. എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ റൈറ്റർ, എഡിറ്റർ എല്ലാമായ ജിൻസിസ്റ്റനോടാണ്. ഐ ലവ് യു, വിൽ യു മാരി മീ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഐ ലവ് യു ടു. മാരേജിന്റെ കാര്യം ഞാൻ പിന്നെ ആലോചിച്ചിട്ടൊക്കെ പറയാം. എന്താണ്? ഒന്നുമില്ല. എന്താണ്? ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്? നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജ്യോതി. നിനക്ക് ഈ ഇടയായിട്ട് കുറച്ച് കുറുമ്പ്. എന്താ? ഞാനൊന്നും പറഞ്ഞില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കൂ. എന്റെ ഭയം. ഐ ലൈക്ക് യുവർ സ്റ്റോറി ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഓൾ ക്യാരക്ടേഴ്സ് സെയിം മൈ നെയിം ലിയ റോസ്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് പർപ്പിൾ ഓഷൻ 136 ആണ്. ഹലോ, ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാവരും വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ടു വരുൺ. ഇവളെന്തിനാ വരുണോട് ചോദിക്കുന്നത്? ജ്യോതിമോളെ, നോ ജലസ് ഒന്നും ഇപ്പൊ കാണിക്കരുത്. വായിക്ക്. ടു വരുൺ. നിങ്ങൾ പൊളിയാണ് മാൻ. നിങ്ങളെ പോലെ ആകാൻ നിങ്ങൾക്ക് പറ്റൂ. ഞങ്ങളുടെ പൊന്നോമനയായ ജോയി ഇത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്നതിന് അവളുടെ ആഗ്രഹങ്ങൾക്ക് കട്ട സപ്പോർട്ടായി നിൽക്കുന്നത് ഞങ്ങളുടെ ഈ കോംബോ ഈ സ്റ്റോറിയിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിരിപോയ ജോയിയുടെ സ്വന്തം ലവബിൾ ഹസ്ബൻഡ്. ലവ് യു ഗൈസ്. ആദ്യം പറഞ്ഞതൊക്കെ എനിക്ക് ഇഷ്ടമായി, പക്ഷെ പിരി പോയിട്ട് എൻ്റെ പിരി പോയിട്ടില്ല. അതെ, എന്റെ ജ്യോതിമോളുടെ പിരി പോയിട്ടില്ല. അതുണ്ടെങ്കിലല്ലേ പോളൂ. പിന്നെ ബാക്കിയുള്ളതിന് ഉത്തരം ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ വരും. അവൾ എന്നെ ഇങ്ങോട്ട് കെയർ ചെയ്യുന്നത് പോലെയാണ് ഞാൻ അവളെ അങ്ങോട്ട് കെയർ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ഈ ബോണ്ടിൽ അവളും കുറെ എഫേർട്ട് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്റെ ജ്യോതിമോൾ ഇത്ര ഇഷ്ടം. കാര്യത്തിൽ നിന്നും തെന്നിമാറുന്നത് പോലെ ഇവിടെ വാ. അടുത്തത് ഐ എം ഭവ്യ. ഹാപ്പിയാണ്. ഒരുപാട് കാലമായി കണ്ടിട്ട് ഒരുപാട് മിസ് ചെയ്തോട്ടോ എല്ലാരെയും. എന്നോട് എല്ലാവരും ഒരു ഹായ് പറയണേ. ഹായ് ഭവ്യ. To Joe and Varun, you two are a best couples. I love you both. To Varun, എൻ്റെ പിരിപ്പോയ ജോയെ നന്നായി നോക്കണം. വരുൺ വളരെ നന്ദി. ഒരുപാട് പണി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് ഇല്ലേ? ഇവരെന്താണ് വരുൺ എല്ലാവരും എനിക്ക് പിരിപ്പോയെന്ന് പറയുന്നത്? ഗൈസ് പ്ലീസ് സ്റ്റോപ്പ് കമന്റിങ് ലൈക്ക് ദിസ്. അവൾക്കില്ലാത്ത സാധനം പോയിന്ന് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ബാക്കി മോളെ. ചാരു ആൻഡ് ജിതിൻ രണ്ടുപേരും ഇത്രയും കാലം പ്രേമിച്ചിട്ട് എന്താ ഒരു കൊച്ചിൽ ഒതുക്കിയേ? ഞാൻ കരുതി ഒരു 3-4 പിള്ളേരുണ്ടാവുമെന്ന്. ചേട്ടാ, എല്ലാവർക്കും ഈ കോസ്റ്റ്യൂം തന്നെയാണല്ലോ. നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് ഇപ്പോഴും വരാനുള്ളത്. ടു ജോ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി. എന്റെ ജോയുടെ ഒരു കട്ട ഫാൻ ആണ് ഞാൻ. ഐ ലവ് യു മൊത്തം. പിന്നെ ജോ ഒരു പാട്ട് പാടാൻ മഴക്കല്ലേ? കണ്ടവരും നീയല്ലേ പറഞ്ഞ എന്നോട് പാടരുതെന്ന്? ഇത് നോക്കൂ, എനിക്കിപ്പോൾ എത്ര ഫ്രണ്ട്സ് ആണെന്ന്. എന്റെ പാട്ടിന് വേണ്ടി മാത്രം കൊഴുപ്പോഴും മെസ്സേജ് ഇടുന്നുണ്ട്. ഞാൻ പാടാവേ. ഓണവില്ലിൻ തമ്പുഴുമീട്ടും വീടാണീ വീട്, എന്നും പൂക്കളമിടരും വീടാണീ വീട്, കൂട്ടുകുടുംബത്തിൻ കൂട്ടാണിന്നും, അതിലില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും, ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. അരെ വാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫോർ മീ. ടു കാലി. ഇത്രമാത്രം മറ്റുള്ളവരെ സ്വന്തം ജീവൻ കൊടുത്ത് എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു നിനക്ക്? എന്തായാലും ഈ ജന്മം നിനക്ക് നിന്റെ നാഗരാജാവെ കിട്ടി. ബട്ട് നെക്സ്റ്റ് ലൈഫ് പോരുന്നു എൻ്റെ കൂടെ. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കൊള്ളാം, കണ്ണിൽ കൃഷ്ണമണി പോലെ. ക്യാൻ യു ബി മൈ ബെറ്റർ ഹാഫ്? എന്ന് നിന്റെ മാത്രം നീതു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം സിമ്പിളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ സ്നേഹിക്കുന്നതും ജീവിക്കുന്നതും എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ്. സോ അതിൻ്റെ ഇടയിൽ വേറെ ആര് വന്നാലും ആർക്കും ഒരു സ്ഥാനം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ബിക്കോസ് ഷീ ഈസ് മൈ അനദർ ഫീമെയിൽ വേർഷൻ. സോ ഐ തിങ്ക് യു ഗെറ്റ് ഇറ്റ്. നെക്സ്റ്റ് ചോദിച്ചത് പോരുന്നു എൻ്റെ കൂടെ. അതിപ്പോൾ ചോദിച്ചാൽ ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും കാലിയുടെ ജീവിതത്തിൽ ദേവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ വേറൊരു ജന്മം എടുക്കണമെങ്കിൽ ഞാൻ നോക്കാം. I am Eva. To Jyoti and Varun fans are here. Hi my fan Eva. Hi Eva.
ഐ എം ഷീനി. ജോയ് വ്ലോഗ്സിൽ കുറച്ച് നാളായി ലോങ് വീഡിയോസ് കാണാറില്ല, ഫുൾ ഷോർട്സ് ആണ്. ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ അതിന് കാരണം പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ജിൻ സിസ്റ്റർക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷീനി, താങ്ക് യു ഫോർ ദിസ് കമന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ലാച്ചി മൊലാല. ടു കാളി, യു ആർ എ ഗ്രേറ്റ് ബ്രദർ. നോ, ബെസ്റ്റ് ബ്രദർ. എനിക്കും ഇങ്ങനെ ഒരു ബ്രദർ വേണമെന്ന് ആഗ്രഹിച്ചു പോയി. ടു ലാച്ചി മൊലാല, താങ്ക് യു ഫോർ ദിസ് ലവ് ഡിയർ. ഐ വിഷ് വൺ ഡേ യു വിൽ ഗെറ്റ് എ ഗുഡ് ബ്രദർ ലൈക്ക് മീ. ടു ജ്യോതി, ഞാൻ താങ്കളുടെ വലിയൊരു ഫാനാണ്. വ്ലോഗ്സ് ഒക്കെ കൊള്ളാം. നെക്സ്റ്റ് വരുൺ ചേട്ടന് ഒരു ഓണർ സ്പെഷ്യൽ പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ഇടാമോ? എന്റെ പണിയാണ് കാണിച്ചത് ലാച്ചി മൊലാല. ഇപ്പോൾ ഇങ്ങനെ കമന്റ് ഇട്ടത് കൊണ്ട് വരുണൊക്കെ കേട്ടില്ലേ? ഇനി ഞാൻ എങ്ങനെ പ്രാങ്ക് ചെയ്യും? നമുക്കിനി എപ്പോഴെങ്കിലും വരുൺ ഇതൊക്കെ മറന്നു കഴിയുമ്പോൾ പ്രാങ്ക് ചെയ്യാം കേട്ടോ. ആഹാ, ശരി. ആൻഡ് ടു ഓൾ ക്യാരക്ടേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ്, ഹാപ്പി ഓണം. അനഘയുടെ അടുത്ത് നിന്ന് 3 ടീംസിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കാളിക്കും ഭൈരവനാണ്. നിങ്ങൾ വായിച്ചോളൂ. ടു കാളി ആൻഡ് ഭൈരവ്, മിസ് യു ഗൈസ് ബോത്ത്. അറ്റ് ലാസ്റ്റ് നിങ്ങൾ ഒന്നായപ്പോൾ എനിക്ക് വന്ന ഹാപ്പിനെസ് ഒരു ലിമിറ്റ് ഇല്ലായിരുന്നു. ആദ്യത്തെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കാണുമ്പോൾ പേടിയായിരുന്നു, ബട്ട് അത് ലാസ്റ്റ് നിങ്ങൾ സെറ്റായി. നിങ്ങളെ ലവ് ഈസ് ലൈക്ക് എൻ ഇന്റേണൽ ലവ്. സോ സ്വീറ്റ് ഡിയർ, താങ്ക് യു ഫോർ ദിസ് ലവ് ആൻഡ് സപ്പോർട്ട്. വി ബോത്ത് ലവ് യു അനഘ. Next, to Durga and Madhav. Mostly I like your love towards each other and your parenthood. കാളി കൂടെ നിങ്ങളുടെ സപ്പോർട്ട്, ദാറ്റ് വാസ് അമേസിങ്. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾക്ക് എന്താണോ കളിക്ക് കൊടുക്കാൻ പറ്റാതിരുന്നത് അത് കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഞങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയത് കൊണ്ട് താങ്ക് യു ഡിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ജ്യോതി ആൻഡ് വരുൺ. വ്ലോഗൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഇതുപോലെ അടിപൊളി കണ്ടന്റുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുക. ഐ എം എ ജ്യോതി ഫാൻ ഓൾസോ. തീർച്ചയായും അന്നക്കയുടെ സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് വേണം. ദെൻ to all the Durga Mother members, miss you all. To Jinnus, my beloved editor, writer and all in all, happy ഓണം. ഓണം കടിച്ചു പൊളിക്കും. തീർച്ചയായും ബുദ്ധേ, തീർച്ചയായും. ഇനിയും കുറെ കമന്റ്സുകൾ ഉണ്ട്, പക്ഷെ നമ്മുടെ പൂക്കളം ഇട്ട സ്ഥിതിക്ക് നമ്മളിനി അടുത്ത എപ്പിസോഡിൽ ബാക്കി കമന്റ്സുകൾ വായിക്കുന്നതാണ്. ക്ഷമയത്തിന്റെ പഴുമിടി മൂലം നമുക്കതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ കിടന്ന് ഉറങ്ങിയാലേ നാളെ നേരം വിളിച്ചിട്ട് മാവേലിനെ സാരി ഉടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റൂ. മാവേലിനെ സാരി ഉടുപ്പിച്ചിട്ടാ? അല്ല, ഞങ്ങൾ സാരി ഉടുത്തിട്ട്. അതങ്ങനെ പറ. അപ്പൊ എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ വക എല്ലാവർക്കും ഹാപ്പി ഓണം.